This video is sponsored by DK Fitness Center, South Chellanam. സത്യമായും യേശുനാഥൻ സത്യമായും യേശുനാഥൻ തൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖിലസ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുകയാണ്. ആദ്യം തന്നെ നമ്മളിന്ന് ഒരു കലാകാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ കലാമേഖല എന്ന് പറയുന്നത് ചവിട്ടുനാടകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ കലാരൂപത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയുടെ മാത്രം കലയാണ്. ശരിക്കും പറഞ്ഞത് കൊച്ചിയിലാണ് ഇത് ഉത്ഭവിച്ചതെന്ന് തന്നെ പറയപ്പെടുന്നു. കൊച്ചിയിൽ 17-ാം നൂറ്റാണ്ടിൽ ആ സമയത്താണ് 17-ാം നൂറ്റാണ്ട് കാലയളവിലാണ് പോർച്ചുഗീസ് മിഷണറിമാർ ഇവിടെ എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ചവിട്ടുനാടകം ഒരു കാത്തലിക് ക്രിസ്ത്യൻ ഫോക്ക് കലാരൂപമാണ്. ആദ്യമായിട്ട് ചിന്നത്തമ്പി അണ്ണാവി എന്ന് പറയുന്ന ഒരു തമിഴ്നാട് സ്വദേശിയാണ് ആദ്യ നാടകം രചിച്ചത് എന്ന് ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആ നാടകം കാറൽസ്മാൻ ചരിതം എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. തമിഴിലാണ് ആ നാടകം രചിക്കപ്പെട്ടത്. അതാണ് ആദ്യത്തെ ചവിട്ടുനാടകം. കൊച്ചി നമ്മുടെ മട്ടാഞ്ചേരിയിൽ കൂനംകുരിശിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ കഥ എഴുതിയത് എന്ന് പറയപ്പെടുന്നു. നമ്മൾ പറഞ്ഞു വരുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള പാരമ്പര്യ കലകളിൽ പെടുത്തുന്ന ഈ ചവിട്ടുനാടകം വരും തലമുറ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വിഷയം എടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുറച്ച് പഠനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചവിട്ടുനാടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ നമ്മൾ പരിചയപ്പെട്ട് സംസാരിക്കാം എന്നുള്ള ഒരു രീതിയിൽ ഒരു എപ്പിസോഡ് കൊണ്ടുവരാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് മറുവാക്കാട് സ്വദേശത്താണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് മറുവാക്കാട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചവിട്ടുനാടക കലാരംഗത്ത് നൽകിയ സംഭാവനകളെ മാനിച്ചുകൊണ്ട് കേരള ഫോക്ലോർ അക്കാദമി നൽകിയ ഗുരുപൂജ ഫെലോഷിപ്പ് അവാർഡ് നേടിയ ഒരു വ്യക്തി നമ്മളുടെ നാട്ടിലുണ്ട്. നമ്മുടെ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൽ അറിയപ്പെടുന്ന സേവിരാജ്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും ചവിട്ടുനാടകത്തെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളും നമുക്ക് അദ്ദേഹത്തിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാം. ഇന്നും ചവിട്ടുനാടകം എന്ന് പറഞ്ഞ കലയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നടക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. അപ്പം അതിലൊരാളാണ് നമ്മുടെ സേവിറാശൻ. നമ്മുടെ ആശാൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ആശാൻ. നമസ്കാരം. ഞാനേ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അന്ന് ചവിട്ടുനാടക കലാരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന കുറേ ഓർമ്മകൾ ഉണ്ടാവില്ല ആശാൻ? അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറക്ക് വേണ്ടിയിട്ട് ഒന്ന് പങ്കുവെക്കാം. ഞാനേ എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഞാൻ ഈ ചവിട്ടുനാടക രംഗത്ത് കയറി പറ്റിയതാണ്. അത് എൻ്റെ മാതാപിതാക്കൾ നിർബന്ധം കൊണ്ടാണ് ഞാനിതിൽ വന്ന് വിട്ടത്. ജെറാൾഡ് ആശാനിലാണ് ഞാൻ ആദ്യം ശിക്ഷപ്പെട്ടത്. ആ നാടകം ഞങ്ങൾ 2 വർഷം റിഹേഴ്സൽ നടത്തി ലാസ്റ്റ് അത് പൂർത്തിയായി അവതരിപ്പിച്ചത് ചെല്ലാനം സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി അങ്കണത്തിലായിരുന്നു. അതിനുശേഷം ഞാൻ ശേഷം എൻ്റെ ആശാൻ മുണ്ടംവേലി കൊച്ചപ്പൻ എന്ന് പറഞ്ഞ ആശാനായിരുന്നു. അതിനുശേഷം ജോർജ് ആശാൻ, ഇങ്ങനെ 5-6 ആശാന്മാർ എനിക്കുണ്ട്. അവരെല്ലാവരെയും പ്രദർശനം വെച്ച് മേടിച്ച് അവരെല്ലാവരും ഈ ജോഡികളെല്ലാം എന്നെയാണ് ഏൽപ്പിച്ചത്. എന്നെക്കൊണ്ട് അത് സാധിക്കുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായിട്ട് അവരെല്ലാവരും എന്നെ ഏൽപ്പിച്ച് ഞാൻ ഈ നാടകമെല്ലാം സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 17-ൽ ഞങ്ങളിവിടെ നാടകം നടത്തിയിട്ട് പിന്നെ നടത്തിയിട്ടില്ല. പിന്നെ ഈ കൊറോണയും കാര്യമൊക്കെ വന്നിട്ട് നടത്താൻ സാധിച്ചു. അത് ഒരുപാട് പണച്ചിലവുള്ളൊരു സംഗതിയാണ്. ഒരുപാട് നാടകങ്ങൾ ഞാൻ അഭിനയിച്ച നാടകങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ദാവീദും ഗോലിയാത്തും, ഒന്ന് കൊട്ടാര രഹസ്യം, ഒന്ന് മഹാനായ അലക്സാണ്ടർ, ഒന്ന് വീരത്തലവൻ, ഒന്ന് ഭക്തമാറലേശി. ഈ നാടകങ്ങളെല്ലാം ഞാൻ പഠിക്കുകയും ചെയ്ത് ഞാൻ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പോൾ വരെ വന്നിട്ട് നമ്മൾ ഇതിൽ നിന്നൊരു കരകയറ്റം എന്ന് പറഞ്ഞിട്ടല്ല. ഇപ്പോൾ ഞാനൊരു രൂപയും കൂടി എനിക്ക് കാലിൻ്റെ അസുഖം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എങ്കിലും ഞാൻ ഈ രംഗത്ത് മാറിയിട്ടില്ല. ഇപ്പോഴും പിള്ളേർ ആവശ്യപ്പെട്ടാൽ ഞാനത് ചെയ്യാനും സന്നദ്ധനാണ്. ഇങ്ങനെയുള്ള കാലയളവിലാണ് ഇപ്പോഴും ഞങ്ങളുടെ ജീവിതം. എൻ്റെ ഇവിടെ ഈ മറുവാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ലാലമഞ്ചേരി മറുവാക്കാട് എന്ന് പറഞ്ഞ 20-ാം വാർഡിൽ എൻ്റെ ശിഷ്യന്മാരാണ് എല്ലാവരും തന്നെ. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഇപ്പോഴും ആ രംഗത്ത് ഞാൻ ഉണ്ട്.
മടുപ്പില്ല. പക്ഷേ ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പേരിൽ പിള്ളേരെല്ലാം പുറകോട്ട് വലിയുന്നൊരു കാലങ്ങളാണ്. ശരി, ഇത് അടിയാനാശമാണല്ലോ ഇത്. അതുവഴി സാമ്പത്തികവും കൂടി ആകുമ്പോൾ ആൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ ഈ കൃപാസനം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇപ്പോൾ ചെറിയ ഈ 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ നാടകം തരും. അതെല്ലാം ഈ മറ്റേ ഇതിലാണ് വീഡിയോയിൽ പിടിച്ചുണ്ടായിട്ടാണ്. അത് ചവിട്ടാണെന്ന് എന്ന് പറയാൻ സാധിക്കും. ചവിട്ട് നാടകം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പാടി അഭിനയിക്കുക, അതെല്ലാം എല്ലാ അക്ഷരങ്ങൾക്കും മുദ്രകളും ഇതെല്ലാം സ്വന്തമായിട്ട് അവർ, അതാണ് തന്മയത്വം പറഞ്ഞത്. അതാണ് ചവിട്ട് നാടകം എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതാണ്. അല്ലാണ്ട് ആർക്കാണ് ഇപ്പം ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു ആരെങ്കിലും കൈകാലം എടുത്ത് നിങ്ങൾ വേറെ രാജ്യത്ത് അറിയാൻ പാലാത്ത രാജ്യത്താണ് പോകുന്നത്. അവർക്ക് ഇതേ സംബന്ധിച്ച് ഒന്നും അറിയാം. തമിഴ്നാട്ടിലൊക്കെ എന്തറിയാനായിരിക്കും. ആര് നിങ്ങൾക്കും കളിക്കാം, മനസ്സിലായില്ലേ? അത് ചവിട്ടാണെന്ന് പറഞ്ഞേക്കില്ല. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരുപാട് കാലങ്ങൾ വർഷങ്ങൾ തന്നെ പഠിപ്പിച്ച് ഞങ്ങൾ ശരിയാക്കിയിട്ടാണ് ഞങ്ങളിത് സ്റ്റേജ് ചെയ്യണം. ആരെങ്കിലുമൊക്കെ സഹായിക്കും, പിന്നെ പോരാത്തൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ ഒപ്പിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും നാടകം കളിച്ച് ഞങ്ങൾ പല സ്ഥലത്ത് കളിച്ചിട്ടുണ്ട്. ഇങ്ങേറ്റം ഈ വീഡിയോ ആയിട്ട് ഇവിടെ പ്രമല് പോയിട്ടുണ്ട്, മസ്കറ്റിൽ വരെ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ നാടകം ഞങ്ങൾ പാടി കളിക്കാൻ ഇളങ്കുള എന്ന് പറഞ്ഞ പള്ളിയുടെ 25ാം വാർഷികത്തിൽ ഞങ്ങളാണ് അവിടെ ആരാധിച്ചത്. ഇതുപോലെ ഞങ്ങൾ സ്വന്തമായിട്ട് അഭിനയിച്ച് സ്റ്റേജിൽ നമ്മൾ ബുക്കിംഗ് അങ്ങനെ പോയി കളിച്ച് എല്ലാവരും പള്ളി, കണ്ടക്കട പള്ളി, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഞങ്ങൾ ഒരു 5-6 കാണാൻ കളിച്ച് പട്ടത്തിൽ ഇവിടെ ഗ്രൗണ്ട്. അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിന് ഞാൻ പറഞ്ഞില്ല, സാമ്പത്തിക ഞെരുക്കമാണ് ഞങ്ങളെ ഇപ്പോൾ ഇത് ഇറക്കുന്നത്. ആശാന്റെ ആശാന്മാര് നാടകം നമ്മുടെ ഇതിന്റെ ചൊൽക്കെട്ടുകളെല്ലാം ആശാന്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം സംവിധാന രംഗത്തേക്കാണ് കിടന്നത്. അപ്പൊ അതിനു മുന്നേ നാടകം അഭിനയിക്കായിരുന്നു അല്ലെ? അപ്പൊ ആ അഭിനയ രംഗത്ത് ഏത് മേഖലയിലായിരുന്നു? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ദാവീദും ഗോലിയത്തും എന്ന് പറഞ്ഞ നാടകത്തിൽ ഞാനൊരു വെറും മാലാഖയുടെ റോളാണ്. ഞാൻ കൊച്ചാണ് അന്ന് മാലാഖപ്പെട്ട. അതിനുശേഷം ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ ആ നാടകം തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഞാനതിൽ സാവൂൾ രാജാവിൻ്റെ വേഷമാണ്. അതിനുശേഷം ഞാൻ വേറൊരു നാടകത്തിൽ കഥാനായകനെ പാട്ടിട്ടു. അതിനുശേഷം മന്ത്രിപ്പാട്ടിട്ടുണ്ട്. അങ്ങനെ പല വേഷങ്ങളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും എല്ലാ രീതിയിലും എല്ലാ റോളുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ സംവിധാനം എന്ന് പറഞ്ഞ രംഗത്തേക്ക് കടന്നു. ഇവിടെ വന്ന പിള്ളേരെല്ലാവരും എൻ്റെ വിഷയന്മാരാണ്. ഇപ്പോൾ ആശാന്റെ ഒക്കെ ആ ഒരു തലമുറയിൽ, ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ കലാരംഗത്ത് നടക്കുന്നവർക്ക് അത്ര വലിയ ഒരു സപ്പോർട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്നായാലും നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നായാലും അത്ര വലിയ രീതിയിലുള്ളൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നല്ലോ. അപ്പോൾ ഈ അവാർഡുകൾ അന്നാണോ കൂടുതൽ കിട്ടിയിട്ടുള്ളത്, ഇന്നാണോ? ഏതൊക്കെ അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ നമ്മളോട് പറയാം. അവാർഡുകൾ ശരിക്കും പറഞ്ഞാൽ ഗുരുപൂജ അവാർഡാണ് എനിക്ക് പ്രധാനപ്പെട്ട അവാർഡായിട്ട് കിട്ടിയത്. 12ൽ എനിക്ക് ലഭിച്ച. അതിനുശേഷം ഇവിടെ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ എന്നെ ആദരിക്കുകയും പിടിക്കുകയും ചെറിയ സംഭാവനകളൊക്കെ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പല ഫോട്ടോകളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തെങ്കിലും തിരക്കേടില്ല. ഇനിയും അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പ്രോത്സാഹനം കിട്ടാത്തതിൻ്റെ ഒരു ചെറിയ കുഴപ്പം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം മന്ദിച്ച് നിൽക്കുന്നത്. ഇപ്പം ഇതും ആദ്യവും മന്ദിച്ച് പോയിട്ട് ആ കൃപാസനം ജോസഫത്തിനാണ് പിന്നെയും ഇത് ഉയർത്തി കൊണ്ടുവന്നത്. ആ രംഗത്താണ് ഞങ്ങളെല്ലാം പിന്നെയും ഞങ്ങളൊക്കെ നിർത്തിക്കളഞ്ഞ സാധനമാണ്. പിന്നെ ഇപ്പം ഞാൻ ഒരു 30 വർഷമായി ഇപ്പോൾ കൃപാസനത്തിന് ആശാനായിട്ട്. പിന്നെ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അച്ഛനെ വിളിക്കും, ഞാൻ പോകും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ഇളം തലവരെ പഠിപ്പിക്കാനേ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. പഴയ എൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഞാനൊന്ന് ചെന്നിരുന്ന് കൊടുത്താൽ മതി, അവരെല്ലാവരും അഭിനയിച്ചോളൂ. ഇളം തലവരെ പഠിപ്പിക്കണമെങ്കിലുണ്ട് ഇനിക്ക് ചവിട്ടിയും തുടിച്ചും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം. ആരെങ്കിലും ഇത് ആവശ്യപ്പെട്ടാൽ ഞാനിതെല്ലാം അവരെ ഏർപ്പെടുക്കും. എൻ്റെ പിള്ളേർ, എൻ്റെ വിഷയന്മാർ പിള്ളേർ ആവശ്യപ്പെട്ടാൽ അവർക്കെല്ലാം ഞാൻ കൊടുക്കും. അവരെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുള്ള ഒരു നല്ല മനസ്സ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നശിച്ചു പോകരുത്, അതിൻ്റെ ഒരു കൈമാറിക്കണം. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ സാധിക്കുന്നവർ, ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മൾ കൈമാറണം. ആശാൻ, നമ്മൾ ആശാന്റെ ഒക്കെ കാലഘട്ടത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കലയോടുള്ള തീക്ഷ്ണത ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ അത് ഇതിന്റെ കൂടെ നടക്കുന്നവരായാലും ഇതിന് വളരെ പ്രാധാന്യത്തോടും ഭയങ്കര തപസ്യായിട്ട് കണ്ട ഒരു കാലഘട്ടമാണ് ആശാന്റെ കാലഘട്ടം എന്ന് പറയുന്നത്, ഇതിന്റെ പുറകെ നടക്കുന്നത്. അപ്പോൾ ഇപ്പൊ ആശാന്റെ ശിഷ്യന്മാരായാലും അതുകൂടാതെ ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ ഉണ്ടല്ലോ, ഒരു പുതിയ ഒരു തലമുറയുണ്ട്. ആ തലമുറ എങ്ങനെയാണ് ഈ നമ്മുടെ ചവിട്ടുനാടകത്തിനെ നോക്കിക്കാണുന്നത്? അവരുടെ മനോഭാവം എന്താണ് ചവിട്ടുനാടകത്തോടുള്ള? മനോഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 60% പിള്ളേർക്ക് ഇത് ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തുടങ്ങാൻ ആർക്കും സാധിക്കും. ആശാന്മാരെപ്പോഴും ആശാന്മാരെ പോലെ ഉണ്ടാകത്തോളം. പക്ഷെ അത് അവതരിപ്പിക്കുന്ന പറഞ്ഞാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അല്ലാണ്ട് തുറന്നിട്ട് നമ്മൾ കള്ളോട് ചെയ്ത് അപ്പിരുന്ന് പാടാനുള്ള മനസ്സിലായില്ലേ? ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒറ്റ നാടകവും ഞാൻ അത് അവതരിപ്പിക്കാതിരുന്നിട്ടില്ല. എല്ലാം എല്ലാ തട്ടലും പോകുന്നുണ്ട് അവസാനിപ്പിക്കുക. അതെ, ഇറങ്ങേറിയിട്ടുണ്ട് എല്ലാം.
അപ്പം അങ്ങനെ അതിന് പ്രോത്സാഹനം കിട്ടിയത് കൊണ്ട് കിട്ടാത്ത നാടകങ്ങൾ ഞങ്ങൾ ഈ ചെറിയ ചെറിയ പിരിവുകളൊക്കെ എടുത്തൊക്കെ ഉള്ള നാടകങ്ങൾ നടത്തിയിട്ടുണ്ട്. കൃപാസനം ഒരു ചെറിയ സഹായം ചെയ്യും. പിന്നെ ഞങ്ങളെല്ലാം കൂടിയൊക്കെ ചെയ്യും. എൻ്റെ കയ്യിൽ നിന്നൊക്കെ കുറേ പൈസ ഇതിനൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് തുടങ്ങിയാൽ നിർബന്ധമായിട്ടും അരങ്ങേറാമെന്നുള്ള നിർബന്ധക്കാരനാണ് നമ്മൾ ആ ഒരു സാഹിത്യത്തിന്റെ അല്ലേ. അങ്ങനെ തുടങ്ങിയ നാടകമില്ല, ഒരുപാട് നാടകം കളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നാടകവും എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞ ഇപ്പം 100% ഉണ്ടെങ്കിലും 60% ആഗ്രഹമുണ്ട്. ഈ ഒരു പ്രശ്നത്തിലാണ് ഇത്തിരി പുറകോട്ട് സാമ്പത്തികമാണ് എല്ലാവർക്കും പ്രശ്നം. ഈ ഒരു റിഹേഴ്സൽ എടുക്കണമെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഒരു 2000 രൂപയെങ്കിലും പെണ്ണുങ്ങൾ അഭിനയിക്കും. ഇനി എൻ്റെ നാടകത്തിൽ 3 പെണ്ണുള്ള നാടകമുണ്ട്, 2 പെണ്ണുള്ള നാടകമുണ്ട്. ഇതൊരിക്കലും 500 രൂപ പാറ്റ കൊടുക്കണം. അതിൻ്റെ ചിലവ് അവർ പോകുന്നുള്ള ചിലവെല്ലാം കൊടുക്കണം. ഇതെല്ലാം ഈ പിള്ളേരിൽ നിന്ന് പിരിച്ചെടുക്കണം നമ്മൾ. മനസ്സിലായി? എനിക്കൊന്നും വേണം, ഞാനൊന്നും മേടിക്കാറില്ല. പിന്നെ ഫുഡ് കഴിക്കാം. എല്ലാം ഏറ്റവും കുറഞ്ഞ 2000-2500 രൂപ ഒരു റിഹേഴ്സൽ ചിലവ്. അപ്പോൾ ആ റിഹേഴ്സൽ എത്ര കൂടും അത്രയും ചിലവ് കൂടും. ഇപ്പോൾ പഠിച്ച പിള്ളേരാണെങ്കിലൊക്കെ ഒരു 5-6 റിഹേഴ്സലൊക്കെ എടുത്ത് ഒക്കെ നടത്താൻ സാധിക്കും. പുതിയ നാടകമാണെങ്കിൽ അതുപോലെ തന്നെ വർഷങ്ങൾ പിടിക്കും, 1 വർഷങ്ങൾ പിടിക്കും. പിള്ളേരെ ശരിയായി വന്നല്ലോ. ഒരാൾ മോശം പോയാൽ നാടകം മോശമായി, ഒരാളെ നാടകം നന്നാകണമില്ല. മനസ്സിലായില്ല? അപ്പൊ എല്ലാവരും ഒരേ ഇതിൽ വന്നാൽ നമുക്ക് ആശാൻ എന്നുള്ള എനിക്ക് ബോധ്യമായെങ്കിലേ ഞാൻ അതിന്റെ ഫൈനൽ റിഹേഴ്സലൊക്കെ വെച്ചിട്ട് പിന്നെ ഡേറ്റ് ഇത്തിരി വരച്ച് കളിക്കും. എനിക്ക് ബോധ്യം തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ട് ചുമ്മാ അപ്പൊ നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ സഹായം ഒന്നും ഉണ്ടായില്ല. നമ്മളവിടെ നിൽക്കുന്നല്ലാണ്ട് അഭിനയിക്കുന്നതെല്ലാം ഇവര് തന്നെ സ്വന്തമായിട്ട് പാടി അഭിനയിക്കുകയും ചെയ്യാം. നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവും ആശാനെ ഇങ്ങനെ നമ്മളുടെ കൈ കിട്ടുമ്പോൾ അവർക്ക് ഇതുണ്ടാവും ഒരു ചവിട്ടോടെ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ആശാന ഒരു ചെറുക്കെട്ടൊന്ന് പാടാമോ? ഞാൻ പാടാം. ആദിപനായിടോ പൊന്നരിയാൻ ഞാൻ നേരോടെ ചെങ്കോലേറ്റിടും. പൊന്നരിയാൻ ഞാൻ നേരോടെ ചെങ്കോലേറ്റിടും. പ്രാബല്യം നൽകിടുന്ന യേശുവിൻ പാതാരത്തിൽ, പ്രാബല്യം നൽകിടുന്ന യേശുവിൻ പാതാരത്തിൽ പാപിയാം ഞാനിന്നും സാഷ്ടാംഗം വീണിടുന്നേൻ. പാപിയാം ഞാനിന്നും സാഷ്ടാംഗം വീണിടുന്ന്. പ്രജകൾ നിത്യവും സുവിഷ്ടമായിടാൻ, പ്രജകൾ നിത്യം സുവിഷ്ടമായിടാൻ അനുദിനം കൃപ നൽകിടുക നീ, അനുദിനം കൃപ നൽകിടുക. ശരണം നിന്നിലൻ മനസ്സ് മുഴുവനും തിരുവടികൾ തിരിയുവാൻ കൃപ. നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ രോമാഞ്ചം ഉണ്ടാവും. അതെനിക്ക് തന്നെ അങ്ങനെയാണ്. ഞാൻ സ്വയം കുറച്ചുകൂടി ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് കൂടുതലായി. ശരിക്കും പറഞ്ഞാൽ കൊച്ചിക്കാരാണ് നാടകമൊക്കെ. ഇപ്പൊ ഗോതിരത്തിലൊക്കെ അതൊക്കെ നമ്മളുടെ ഈ രീതിയിലുള്ള നാടകമല്ല. അതൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. ഞാൻ കൃപാസനത്തെ നാടകം ഇപ്പൊ മിക്ക സ്ഥലങ്ങളിലൊക്കെ പോയി അവർ കളിച്ച് 1/2 മണിക്കൂർ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് കളിപ്പിക്കും. അത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ ഒരു പാട്ട് ഈ പാടിങ്ങനെ പാടാമലത്ത് കലട്ട അതുപോലെ ഞാൻ പറയുന്നത്. നമ്മള് ശരിക്കും പറഞ്ഞാല് യഥാർത്ഥത്തില ഈ ഓരോ അക്ഷരത്തിനും ഓരോ മുദ്രകളുണ്ട്. അതായത് എനിക്ക് കമ്പലട്ട അല്ലെ ഇത് മുദ്രകൾ ഉൾപ്പെടെ ഞാൻ കാണിച്ചു. ഇപ്പൊ എന്റെ പിള്ളേരെ ഒരു മുദ്ര കാണിച്ചു തരാൻ ഒരു മുദ്രകൾ അധികാരികളും എല്ലാം എന്റെ ചെറുപ്പ പിള്ളേരാണ്. ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാനെങ്കിലും ആഗ്രഹം കൊണ്ട് ചോദിക്കാം. ഒരു പാട്ട് കൂടി നമുക്ക് പാടാം. നഗരമതിൽ തീറൈ കൊണ്ട പസ്കരമന്നവന്നാൻ, തീറൈ കൊണ്ട പസ്കരമന്നവന്നാൻ. മാനിടരെന്നുമേയൻ നാമം പുകഴൂറായി, മാനിടരെന്നു എന്നാമം പുകഴൂറായി. തരയിൽ തരൈപതി ആകെ ഞാൻ വാണ്ടിടും, തരയിൽ തരൈപതിയാകെ ഞാൻ വാണ്ടിടും. നടിക്കുമറിടാമലഹർപതികുമരിട പിന്നെ വരുദിനം കൃപ നൽകിടേണമേ. കരുണയോടെ വാഴുവാൻ കൃപയിൽ എന്നെ അനുകരിക്കണേ. തന്നന്നായി തന്നന്നായി തന്നൈ 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 തന്നന്നാ
ആശാനെ ആശാനിപ്പോ നമ്മുടെ ശിഷ്യന്മാരുടെ നടുക്കാണ്, ആശാന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ നടുക്ക് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ എന്താണ് ഒരു അനുഭവം എന്താണ് തോന്നുന്നത്? എന്താണ് ഒരു നല്ല അനുഭവമാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനൊരു അവസരം കിട്ടിയത്. അതെ, അപ്പൊ നമ്മുടെ ശിഷ്യന്മാരോട് ചോദിക്കാനുള്ളത് വെച്ചാൽ നമ്മുടെ ആശാനുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കും. ആശാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് എന്തായ പ്രാക്ടീസ് സെക്ഷനിലായാലും കട്ടയിലുണ്ടായ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ നമ്മുടെ പ്രേക്ഷകർ? ഞാൻ ആദ്യമായിട്ട് ആശാൻ വിളിച്ചിട്ട് ഞാൻ മാർലേശം നാടകം കളിക്കണം. മാർലേശം നാടകത്തിൽ എനിക്ക് പ്രാഭുവിൻ്റെ റോളാണ്. അത് ആദ്യം നാടകം പകുതിയായപ്പോൾ എനിക്ക് ഒരു ഇതുണ്ടായി. പിന്നെ ആശാൻ ശരിക്കും പഠിപ്പിച്ച് നാടകം ശരിക്കും വിജയിപ്പിച്ചു. ആശാൻ വന്ന് കെട്ടിപ്പിടിച്ച് നാടകം നല്ലപോലെ അഭിനയിച്ച് നല്ല ഒരു ഭാര്യ ഉണ്ടായി, ഒരു മകളുണ്ടായി, കൂടിത്തരുമൊക്കെ എല്ലാം ഉണ്ടായി. കാരണം കൃത്യമായിട്ട് ഞങ്ങൾ നാടകം കളിച്ച് ആശാൻ സന്തോഷമായി. ഈ നാടകത്തിലേക്ക് ആദ്യമായിട്ട് ആശാനാണ് വന്ന് വിളിക്കുന്നത്. ആ നാടകത്തിൽ രാജാപ്പാട്ടായിരുന്നു എനിക്ക് ആശാൻ തന്നത്. ആ നാടകത്തിലൂടെ മറ്റു പല നാടകങ്ങളിലേക്കും പോകാനുള്ള ഒരു സാഹചര്യം ആശാൻ കാരണം എനിക്കുണ്ടായി. ഞങ്ങൾ ആശാൻ്റെ കീഴിൽ 2 നാടകങ്ങൾ ഞങ്ങൾ ഈ മൊറോക്കോയിൽ കളിച്ചു. 2 നാടകവും നല്ല വിജയമായിരുന്നതാണ് എൻ്റെ വിശ്വാസം. അത് ആശാൻ്റെ കീഴിൽ പഠിച്ചത് കൊണ്ട് മാത്രമാണ് ആ നാടകങ്ങളെല്ലാം നല്ലപോലെ നല്ല രീതിയിൽ പോകാൻ സാധിച്ചത്. ആശാൻ നല്ല എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും അത് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി വ്യക്തമാക്കി തരുന്നൊരു നല്ലൊരു ആശാനാണ് സൈബറാശാൻ. തട്ടയിൽ വെച്ചിട്ടുണ്ടായ എന്തെങ്കിലും ആശാൻ പിണങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ തട്ടി വെച്ച് പിണങ്ങേണ്ട സാഹചര്യം ഉണ്ടായില്ല. എന്താ കാരണം പറയാം, എല്ലാം പഠിപ്പിച്ച് ക്ലിയർ ആക്കി വെച്ചാണ് എല്ലാവരും സ്റ്റേജിലോട്ട് കൊണ്ട് നിർത്തണം. അപ്പോൾ എന്തെങ്കിലും ഇത്തിരി പോരായ്മ ഉണ്ടെങ്കിൽ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്ത് മാറിയിരുന്നുണ്ട്, മേക്കപ്പ് റൂമിൽ മാറിയിരുന്നുണ്ട്, വേണ്ട എല്ലാം പറഞ്ഞ് കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് ഒന്നുകൂടി ചെയ്യിക്കും. സ്റ്റേജിലോട്ട് കയറാൻ പോയല്ല, നാളെ ചെയ്യാൻ ഓക്കെ ആളെ നല്ല രീതിയിൽ പറഞ്ഞാൽ അപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തോട്ട് മാറിയിരുന്നുണ്ട്, വേണ്ടാത്ത പോരായ്മ ഉള്ളത് കൂടി ക്ലിയർ ആക്കിയിട്ട് മാത്രമേ ഇപ്പുറത്തോട്ട് വിടുള്ളൂ. അങ്ങനെ സംശയം ആശാന് തോന്നിയെന്നാ. അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് നമ്മള് പരിശീലനം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടിട്ടുള്ള ശിഷ്യന് ആരായിരിക്കും കൂട്ടത്തിൽ? അതൊന്നും പറയാം. വഴക്ക് കേട്ടേക്കണം നെൽസനാണ് കൂടുതൽ കേട്ടേക്കണം. എന്താണ് അതിനുള്ളൊരു സാഹചര്യം എന്ന് പറയാൻ അതിന് ഞാൻ 2 ദിവസം അടിക്കുന്ന ആളാണ്. അപ്പൊ ആശാൻ അങ്ങനെ കൂടുതൽ അതിന് ഇഷ്ടമല്ല. എല്ലാവരും നാടകം തിരിക്കുക. അതെ, പിന്നെ 2ാമത്തെ നാടകം എന്ന് പറഞ്ഞാൽ മഹാ അലക്സാണ്ടർ, അത് മന്ത്രിപ്പാട്ടായിരുന്നു. നല്ല നല്ല റോൾ എനിക്ക് എല്ലാ ആശാൻ വന്നേക്കണം. ഞാൻ കൊണ്ടുപോകുന്നുള്ളൊരു ആശാന് വന്നു. പിന്നെ എനിക്ക് വെള്ളം അടിക്കണമെന്ന് ആശാൻ ചെയ്യാൻ എന്ത് കാരണം കൊണ്ടാണ് കൂടുതൽ വഴക്ക് കിട്ടുന്നത്? അടിക്കരുത്, കുഴപ്പമില്ലാതെ കൊണ്ടുപോകും. ആദ്യമായിട്ട് നാടകത്തിലേക്ക് വന്നത് മഹാനായ അലക്സാണ്ടർ നാടകത്തിലേക്ക്. അപ്പം അന്ന് എനിക്ക് ഒരു 20-21 വയസ്സ് എനിക്ക് പ്രായമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ മന്ത്രിപ്പാട്ടാണ് എടുത്തത്. ഡോളമി മന്ത്രി പാട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആശാൻ്റെ ചിത്രണത്തിലാണ് ആദ്യമായിട്ട് ഞാൻ ഈ നാടകത്തിലേക്ക് കടന്നു വരുന്നതായിരുന്നു. അപ്പോൾ ആ നാടകം ഞങ്ങൾ ഒരു 5 പുതുവങ്ങളുണ്ട് ആ നാടകത്തിൽ. രാജാപ്പാട്ടെടുത്ത വിൻസൻ, ഞാൻ ഈ കഥാനായകനായ അലക്സാണ്ടർ, അത് നമ്മുടെ മിത്രഷിൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങളൊരു 5 പേര് അതിനകത്ത് പുതിയതായിട്ട് വന്ന ടീമാണ്. 3 മാസം കൊണ്ടാണ് ആ നാടകം പഠിച്ച് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അതൊരു ചരിത്രമായിരിക്കും. ഒന്നും അറിയാൻ പാലാത്ത ഈ ടീമിനെ കൊണ്ട് 3 മാസത്തെ റിഹേഴ്സലോട് അത് തട്ടേക്കറി നാടകം ഭയങ്കര വിജയമായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ കൊട്ടാരേസി എന്ന് പറഞ്ഞൊരു നാടകം 2ാമത് പിന്നെ അവതരിപ്പിക്കും. അതും നല്ല വിജയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാടകം പിന്നെ ഈ കൊറോണ ഇതൊക്കെ വന്നേക്കാൻ പിന്നെ നാടകമൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ ചവിട്ടുനാടകം എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് സൈബറാശാനാണ്. പിന്നെ പല ആശാന്മാരുടെ ക്ഷണത്തിൽ നമ്മൾ നാടകം കളിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 9ഓളം നാടകം ഇപ്പോൾ പല സ്ഥലത്തായിട്ട് കളിച്ചിട്ടുണ്ട്. നാടകം ഇപ്പോൾ പഠിച്ചതുകൊണ്ട് എനിക്ക് ഡൽഹി വരെയും പോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയായിരുന്നു. 2 പ്രാവശ്യം ഡൽഹിയിലെ ഞങ്ങൾ പോയായിരുന്നു. ഞാൻ മിൻസനം പോയായിരുന്നു. അത് കൃപാസനത്തിൻ്റെ ലാബിലാണ് ഞങ്ങൾ അവിടെ പോയി കളിച്ചത്. പിന്നെ ഈ നാടകത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ചിലപ്പോൾ 6 മാസം 8 മാസം കൂടുമ്പോൾ നമ്മൾ ഈ ശിക്ഷ നമ്മൾ ഈ ഇവിടെ കളരിയിൽ നമ്മൾ പരിശീലിപ്പിച്ച് ആശാനെടുത്ത് പിന്നെ അതിനകത്ത് ഒരു നല്ലതാ ചീത്തത് അതേ ഉള്ളു തട്ടേക്ക് അറിയാം. അപ്പോൾ തട്ടേക്ക് അറിയുമ്പോൾ നമുക്ക് മാനസികമായൊരു തിരിമുറുക്കമാണ്. എൻ്റെ റോള് ശരിയാകുക അങ്ങനത്തെ ഒരു ഇതൊക്കെ. ഇപ്പം അങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ നാടകം കഴിച്ചപ്പോൾ അനുഭവം ഞാൻ പറഞ്ഞു. ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ പഠിച്ച ഇപ്പം നമുക്ക് ഒരു റോള് നമുക്ക് നന്നായെല്ലാം പഠിച്ച് നമുക്ക് ബാഹ്യാട്ടാക്കി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം മുദ്രകളും കാര്യങ്ങളൊക്കെ ഇപ്പം അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലേ.
ആദ്യത്തെ ഇതിലൊക്കെ ഭയങ്കര മാനസികമായിട്ടുള്ള ഭയങ്കര സമ്മർദ്ദമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം ത്യാജ്യവനിക്ക് തന്ന ആശാന് പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ 10 മണിക്ക് റിഹേഴ്സൽ തന്നാൽ 10 മണിക്ക് എത്തിയിരിക്കണമല്ല. ഈ സമയനിഷ്ഠ കൃത്യമാണ്. അത് തെറ്റിക്കഴിഞ്ഞാൽ സമ്മതിക്കാറ്. അതുകൊണ്ട് എല്ലാവരും തന്നെ വരികയും ചെയ്യും. എനിക്ക് അവിടെ കൊണ്ടായി ഇവിടെ കൊണ്ടായിരുന്നു പറയാം 10 മണിക്ക് വരണം. എല്ലാവരും ഹാജരായിരിക്കും. എല്ലാ പാർട്ടും വേണം. കാര്യം നമുക്ക് കൂടിച്ചേർന്നൊക്കെ അഭിനയിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ ഒരാളില്ലെങ്കിൽ മറ്റേ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും വേണമെന്ന് ആശാന്റെ നിർബന്ധമാണ്. അതെല്ലാവരും വന്നിരിക്കും. ഇപ്പോൾ കളിച്ചേക്കണൊക്കെ എല്ലാം ക്ലിയർ ആയിട്ടും എത്രയായിരുന്നു. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയതും അതിന്റെ പുതിയ തലമുറയുടെ ഒരു റെപ്രസെന്റേറ്റീവായിട്ട് ഇരിക്കുന്ന ഒരു ആളുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഈ ചവിട്ടുനാടക കലാരംഗത്തേക്ക് വന്നു, അതുകൂടാതെ എത്രാമത്തെ വയസ്സിൽ വന്നു, ഇതെങ്ങനെ ഇനി മുന്നോട്ട് എങ്ങനെ ഈ ചവിട്ടുനാടക കലയെ ഇങ്ങനെ നോക്കി കാണുന്നതൊക്കെ ഒന്ന് വിശകലനം ചെയ്യാം. എൻ്റെ 15-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ചവിട്ടണം കളിക്കുന്നത്. ആശാൻ ഞാൻ ക്ലാസ്സിലൊക്കെ പോകാൻ സമയത്ത് ആശാൻ വന്ന് പറയാനുള്ളത് ഇതുപോലെ എനിക്ക് കളിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞ താല്പര്യമുണ്ട്. അതങ്ങനെ വന്ന് ആശാൻ്റെ കൂടെ വന്ന് ശിഷ്യപ്പെട്ട് പിന്നെ ആശാൻ എനിക്ക് നല്ല പേടിയായിരുന്നു. ആദ്യമേ തട്ടിലേക്ക് ഇറങ്ങാൻ പേടിയായിരുന്നു. അപ്പോൾ ആശാൻ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നു ആശാൻ. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇപ്പോൾ ആശാനെല്ലാം പറഞ്ഞ് ക്ലിയറാക്കി തന്നു. ആദ്യമായിട്ട് കളിച്ച റോളെന്ന് പറയാനായിട്ട് ആദ്യമായിട്ട് കളിച്ച നാടകം എന്താണ് കൊട്ടാരവേശമാണ്. അപ്പോൾ അതിനകത്ത് രാജകുമാരൻ്റെ റോളാണ് എനിക്ക് കിട്ടിയത്. ലോക്സിലി എന്ന് പറഞ്ഞ കഥാപാത്രമായിരുന്നു. ഇപ്പോൾ ആശാനും ശിഷ്യന്മാരും കൂടെ ഒരുമിച്ചൊന്ന് കൂടിയേക്കണായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു ഓണം ഒന്ന് കൊടുക്കണമല്ലോ. അപ്പം അത് അല്ലെങ്കിൽ പിന്നെ പ്രേക്ഷകർക്ക് അതൊരു നഷ്ടമായിരിക്കും അത് കാണാൻ പറ്റും. അപ്പം എല്ലാവരും കൂടി ഒരു പാട്ടൊന്ന് പാടി ആശാനും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് അത് പാടി ഒന്ന് നമുക്കൊരു പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പെർഫോം ചെയ്യാൻ പറ്റും. ചീർച്ചിറണ്ടിടും രത്തിനാപുരി ചീർച്ചിറണ്ടിടും രത്തിനാപുരി നഗർ പരിത്തിടും ആൻറുസ്ഥാൻ നഗർ പരിത്തിടും ആൻറുസ്ഥാൻ അൻപുടനിന്റെ അടുത്ത പാലകൻ മെക്സിക്കോവ് അൻപുടനിന്റെ അടുത്ത പാലകൻ മെക്സിക്കോവ് വളർസഭൈ തന്നിൽ താകർത്തക താന്തിമൃതകത്താതിന്തക വളർസഭൈ തന്നിൽ താകർത്തക ആദവനൊളി വദനരൂപന്നാദവനൊളി വദനരൂപഞ്ഞാൻ ചിരമിൽ മണിമുടിയിലങ്കിയേ ചിരമിൽ മണിമുടിയിലങ്കിയേ ആദരൈ നീതിൽ വരും കശുടരെ അടക്കിട ആദരൈ നീതിൽ വരും കശുടരെ അടക്കിട ഉയർവാൾ കരത്തിൽ താകർത്തിമർദ്ദകത്താതിന്തക ഉയർവാൾ കരത്തിൽ താകർത്തിമർദ്ദകത്താതിന്തക തന്തയിടമതിൽ വിന്ദയാകവേ ഞാൻ തന്തയിടമതിൽ വിന്ദയാകവേ ഞാൻ ദേശിയിന്നകരൈ പരിക്കവേ ദേശിയിന്നകരൈ പരിക്കവേ ഇന്തരെ തന്നിൽ വരും കശോടരെ അടക്കിട ഇന്തരെ തന്നിൽ വാഴും കശോടരെ അടക്കിട ഉയർവാൾ കരത്തിൽ താകർത്തിമർദ്ദകത്താതിന്തക ഉയർവാൾ കരത്തിൽ താകർത്തിമർദ്ദകത്താതിന്തക വാസിടോന്നകേന്തനാകിയ മന്നവാ പാരിൽ പുകഴ് വെറും
നഗർവേന്തനാകിയ മന്നവ തത്വത്തിൽ മികുത്ത ഉത്തമന്നെ ദിനം വാഴുവാതന്നെ തന്നെ തന്നെ തന്നം തന്നെ 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 തന്നം തന്നെ തന്നെ തന്നായി കരികിട പുറത്താന്തയത്ത ശ്രുത മാന ഗ്രീസിൽ വാഴ്ന്നീടും നല്ല ശ്രുത മാനഗ്രീസിൽ വണ്ടിടും നല്ല മാസിഡോ നഗർക്കൊന്ന ഇലിപ്പൂനാനേ നല്ല മാസിഡോൻ ഭരിക്കും മന്നാൻ ഇലിപ്പൂനാനേ നല്ല കരിപരിശനെ കാലാൽ ചൂണ്ടിട കരിപരിശനെ കാലാൽ ചൂണ്ടിട നഗർ തന്നെ വെകുത്തിറമുടൻ வாழ்ந்திடும் തിറമുടൻ வாழ்ந்திடும் പോർപ്പട്ടൈക്കതിവീരനകാത്തവൻ പുടകുടനിത സഭை തന്നിൽ വാരൈതാനെ തേനന്റെത്തിനപുരി നഗത്തഴை പറ്റിട്ടും മന്ത്രിയം പേർലേ വന്ദേനന്ദത്തിനപുരി നഗർവരെ വരിത്തിടും മന്ത്രിയം പേർലേ ഇന്നഗർ തന്നീലെന്ത് വേണ്ടാനായി ചൊൽപ്പാടിയോ ലിണ്ടരൈ തന്നീലെന്തൻ വേണ്ടാനായി ചൊൽപ്പാടിയോ ചുന്ദിരനാകിയ മന്ദിരിനാനുമെരത്തിര പുരിവർ ചാണ്ടിടും ചിന്തൻ ൊളിപ്പോല വിളങ്ങിടും വതന പ്രകാശരൂപാനൊളി പോലെ വിളങ്ങിടും വതന പ്രകാശരൂപാൻ ആദരായിലുയർപ്പുകണ്ട വൈദ്യരീക്ഷിനാരായലുയർപ്പുകണ്ട മന്നവപ്പോൾ നമ്മുടെ ഒപ്പം ഇപ്പോ ആശാന്റെ ഒരു പ്രധാന ശിഷ്യൻ കൂടി വന്ന് ചേർന്നിരിക്കുകയാണ്. അത് നമ്മുടെ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ, നമ്മുടെ 12ാം വാർഡ് മെമ്പറും ആയിരുന്നിട്ടുണ്ട് പീറ്റർ ഷീ ചിന്നൻ എന്ന് വിളിക്കപ്പെടുന്ന പീറ്റർ ഷീനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തോട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോൾ ചവിട്ടുനാടക വേദിയിലേക്ക് ഇപ്പോൾ നമ്മൾ സിനിമാറ്റിക് ഡാൻസ് അങ്ങനെയുള്ള മേഖലയിലായിട്ടായിരുന്നു നടന്നിട്ടുള്ളത്. അവിടെ നിന്നാണ് പിന്നീട് ചവിട്ടുനാടക കളിയിലേക്ക് വരുന്നത്. അത് എങ്ങനെയാണ് അതിൻ്റെ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? എൻ്റെ ഏറ്റവും വലിയത് മാർലേശം എന്ന് പറയുന്ന ഒരു നാടകം, ചവിട്ടുനാടകം കണ്ടിട്ടാണ് ഞങ്ങളുടെ ഓർമ്മയിൽ വരുന്നത്. ഞങ്ങൾ കൂട്ടുകാരടക്കമുള്ളതാണ് എല്ലാവരും. ആ അലക്സാണ്ടർ നാടകമാണ് ഞാൻ ആദ്യമായിട്ട് കളിച്ചതെങ്കിലും മാർലേശ് നാടകം വളരെ ഏറെ ആഴത്തിലേക്ക് കയറിയ ഒരു നാടാണിത്. കാരണം എൻ്റെ അടുത്ത് മരിച്ചുപോയ ആൻ്റണി ചേട്ടൻ്റെ ഒരു വികലാംഗൻ്റെ റോള് അത് ഇന്നും മറുവാക്കാട്ടിലെ ജനങ്ങളെ ആഗ്രഹിക്കുന്ന വലിയ റോളാണ്. ആ റോളെടുക്കാൻ പറ്റിയ ഒരാൾ ഇനി ഉണ്ടോയെന്ന് തന്നെ സംശയം. കാരണം അത്രയും നാച്ചുറലായിട്ടാണ് അദ്ദേഹം അത് അഭിനയിച്ചിരിക്കുന്നത്. കാരണം അഭിനയിക്കുമ്പോഴും അഭിനയിച്ച് പഠിക്കുമ്പോഴും കണ്ണീരൊഴുക്കിയും ഈ മൂക്കളെയൊക്കെ ഒഴുക്കിയുമാണ്. അത്രയും ആത്മാർത്ഥമായിട്ടാണ് ആ മനുഷ്യൻ ഈ നാടകത്തെ കണ്ടിരുന്നത്. അതുപോലത്തെ തന്നെയാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. ആശാൻ തന്നെ, ഞങ്ങളുടെ സീവറാശാൻ തന്നെ അതിൻ്റെ അകത്ത് മന്ത്രി റോളെടുത്തത് അത് ഒക്കെ മറക്കാൻ പറ്റാത്ത ഇതാണ്, അനുഭവങ്ങളാണ്. ഞങ്ങൾ ഈ വറീച്ചൻ്റെ വീടിൻ്റെ വാതിക്കെ, അരേശ്ശേരി വറീച്ചൻ്റെ വീടിൻ്റെ വാതിക്കെ നാടകം പഠിക്കുമ്പോഴും ഞങ്ങൾ പൊടി പറക്കുന്നതിന് വെള്ളം തെളിക്കാനൊക്കെയാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അതൊക്കെ ഈ എല്ലാ അമ്മമാരും രാവിലെ തന്നെ വീട്ടിലെ ഭക്ഷണപാകം ചെയ്ത് നാടകത്തിന് കാണാൻ വേണ്ടി, റിഹേഴ്സൽ കാണാൻ വേണ്ടി എല്ലാവരും വന്നിരിക്കുന്നതൊക്കെ പഴയ കാലത്തൊരു വലിയൊരു അനുഭവമാണ്. ഇപ്പോൾ പണ്ട് കാലത്തുള്ള ഒരു
സ്വീകാര്യത ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചവിട്ടുനാടക വേദിയിൽ ഇപ്പോൾ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പുതിയ ജനറേഷനിൽ. അപ്പോൾ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ താങ്കൾ ഇതിനു വേണ്ടി ഓൾറെഡി നാടകത്തിലും താങ്കൾ പങ്കുചേരുന്ന ഒരാളാണ്, ഇതിൻ്റെ അകത്തൊരു പാർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്താണ് ഇതിന് മുന്നോട്ട് കാണുന്ന ഒരു ഭാവി എന്താണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഭാവി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഒരു സ്റ്റേജ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പഠിച്ചു തരണമെങ്കിൽ 2.5 ലക്ഷം രൂപയെങ്കിലും വേണം. അതായത് സ്റ്റേജ് കയറുമ്പോൾ തന്നെ 1.5 ലക്ഷത്തിന് മേലെ ചിലവാണ്. ഇത് ഞങ്ങൾ തന്നെ പിരിവിട്ടും പിന്നെ ആശാൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ മുടക്കിയാണ് ആശാൻ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റ് ജോസഫ് അച്ഛനൊക്കെ സഹായിക്കും. പിന്നെ ഞങ്ങൾ തന്നെ നാട്ടിൽ ഇറങ്ങി പിരിവെടുക്കുന്നതല്ല, ഇതിനോട് ഇഷ്ടമുള്ളവർ അത്യാവശ്യം ഞങ്ങളെ സഹായിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നത്. പക്ഷേ ഇപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ പുതിയ ചെറുപ്പം, ഇപ്പം ഞാൻ, ലിജോയി, വിൻസൻ, ഞങ്ങളൊക്കെ വന്ന ഇടക്കും, അതുപോലെ തന്നെ ഈ നെൽസൺ ചേട്ടൻ, പീറ്റോ ചേട്ടൻ, ക്ലമൻ്റ് ചേട്ടൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പണ്ട് കാലത്ത് വരുമെങ്കിലും പുതിയ തലമുറയിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ഈ സഭാകമ്പം ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് എൻ്റെ മനസ്സിലുള്ള. ആ സഭാകമ്പം മാറി ഈ വേദിയിലേക്ക് വരിക. അതുപോലെ തന്നെ സ്ത്രീകളുടെ കുറവ് ഉണ്ട്. കാരണം സ്ത്രീപാട്ട് പണ്ട് പുരുഷന്മാരാണ് എടുക്കുക. ദേവൻ ചേട്ടനും ഈ ഇവിടുത്തെ കുഞ്ഞപ്പൻ ചേട്ടനൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ വെളുത്തോണം കുഞ്ഞപ്പൻ ചേട്ടനൊക്കെ എടുക്കുന്നതെങ്കിലും ഇപ്പോൾ ഈ പ്രാവശ്യം സ്ത്രീകൾ തന്നെയാണ് വരുന്നത്. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ സ്ത്രീകളെ അല്ലെങ്കിൽ കുട്ടികളെ ഈ കാരണന്മാർ വിടുന്നില്ല എന്നുള്ളൊരു ഇത് തന്നെ. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ കലേനെ വളർത്തിയെടുക്കാൻ സാധിക്കും. കാരണം ആരോഗ്യപരമായിട്ട് വളരെ നന്നാകാൻ കൂടി സാധിക്കും. കാരണം നമ്മൾ നാച്ചുറലായിട്ട് ചവിട്ടി തന്നെ പാടി തന്നെയാണ് ഈ മറവാക്കാട്ടിലെ നാടകം അരങ്ങേറുന്നത്. അല്ലാണ്ട് റെക്കോർഡ് വെച്ച് ഇപ്പോൾ ഞങ്ങൾ കളിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ശബ്ദം, നാച്ചുറൽ ശബ്ദം നമ്മുടെ കാണാൻ പറ്റും. നമ്മുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ശബ്ദത്തിൽ തന്നെ അഭിനയം നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ മറവാക്കാട്ടിലെ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കുറേ ചവിട്ടുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ നല്ല രസത്തിൽ തന്നെ ചവിട്ടാനും നന്നായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ആശാൻ്റെ കൂടെയുള്ള തങ്കച്ചൻ ആശാൻ അസിസ്റ്റൻ്റാണ്. ആശാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ്, മാസങ്ങളോളം ഞങ്ങൾ പഠിച്ചിട്ടാണ് ആദ്യത്തെ സ്റ്റേജൊക്കെ കയറുന്നത്. എല്ലാവരും തന്നെ പേടിച്ചാണ് എങ്ങനെ ഇത് കൊണ്ടുപോകും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ സ്റ്റേജ് വളരെ വിജയമായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഞങ്ങൾ ആശാനും മറ്റുള്ള ഞങ്ങളുടെ കൂടെ മുൻകാലങ്ങളിൽ കളിച്ച എല്ലാവർക്കും ഞങ്ങളത് നൽകിയാണ്. പിന്നെ സമ്പന്നരായിടും ഞാൻ സമ്പന്നരായിടും ഞാൻ ദുർഗുണ വെന്നിൽ അല്പവും തീണ്ടിടാതെ ദുർഗുണ വെന്നിൽ അല്പവും തീണ്ടിടാതെ ശക്തി നൽകുക നീശൻ പാദങ്ങൾ കൈവാണൻ ശക്തി നൽകുക നീശൻ പാദങ്ങൾ കൈവാണം തക്കടിങ്കി തത്തിമർദ്ദത്തതിന്തകായ് താനായി താനേ താനായി 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 താനേ താനായി താനേ താനായി കരുണാനിധി സൽദാനന്ദൻ വാണിടും നാടതിൽ ശ്യാമമതോടെ കരുണാനിധി സൽദാനന്ദൻ വാണിടും നാളതിൽ ക്ഷേമമതോടെ തിരുവായ് മൊഴി കേട്ടു വണങ്ങും ഉത്തമ വിട്ടു ഞാനേ തിരുവായ് മൊഴി കേട്ടു വണങ്ങിടും ഉത്തമ സ്നേഹിതൻ വിറ്ററിനാനേ സത്യങ്ങൾ കൈമുതലായി നിത്യം വണങ്ങിടും ഞാൻ സത്യങ്ങൾ കൈമോദലായി നിത്യം വണങ്ങിടും ഞാൻ വല്ലതല്ലി പണിട്ട് മനുഷ്യന് നൽകുക കരുണ സ്വരൂപ തന്റെ സാമ്രാജ്യം ഇന്നേ വാരക്കോ പൊന്നരി
സാമ്രാജ്യം പിന്നെ വരയ്ക്കും. ഒരു മാനവരാരും അവഗണിക്കില്ല, മാനവരാരും അവഗണിക്കില്ല. യേശുനാഥൻ തന്റെ നാമത്തിൽ ഓമാ, യേശുനാഥൻ തന്റെ നാമത്തിൽ ഓമാ. ക്ഷമമോടെ ഭരിച്ചിടും പൊന്നരിയാൻ, ക്ഷമമോടെ ഭരിച്ചിടും മന്നവാൻ തന്നോട് സൈന്യത്തിനധിപൻ, മന്നവൻ കേട്ടെല്ലാം ചവിട്ടുനാടക കലാരംഗത്തിന് വേണ്ടി നമ്മളിപ്പോൾ സർക്കാരിനോടായാലും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതികളോടായാലും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളോടായാലും ഈ സംഭാവനകൾ എന്താണ്, എങ്ങനെ ഇത് ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഇത് സാമ്പത്തികം തന്നെയാണ് ഏറ്റവും വലിയ പ്രധാന വിഷയം. പിന്നെ സർക്കാരുകൾ നമുക്ക് ഫോക്ലോർ അക്കാദമിയുടെ ഇതിലിപ്പോൾ ആശാന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ സഹായങ്ങൾ തീരപ്രദേശത്ത് ഈ കല നടത്തുന്നവരുടെ ഇടയിലേക്ക്, അവരുടെ സംഗീത ഗ്രൂപ്പിലേക്ക് അതൊരു സഹായമായിട്ട് എത്തുകയാണെങ്കിൽ വീണ്ടും പഴയ നാടകങ്ങൾ വീണ്ടും കളിക്കാനുള്ള ഒരു പ്രചോദനം. ഇപ്പം ആശാന്റെ ഒരു വലിയ ആഗ്രഹം ഞങ്ങൾ നിൽക്കുമ്പോൾ പറഞ്ഞു, മാർലേശ് ഒന്നുകൂടി കളിപ്പിക്കണം. അതായത് പുതിയ തലമുറ ഞങ്ങളെ കൊണ്ട്, ഞങ്ങൾ കളിച്ച 5 പേരെ കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട്, പഴയ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആശാൻ ഈ നാടകം കളിക്കണമെന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ വെറുതെ ഇരിക്കുമ്പോൾ ആശാൻ ഇങ്ങനെ ഈ പാട്ടൊക്കെ പാടും. അപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടാണ് ആ മാർലേച്ചിന്റെ റോളൊക്കെ പാടി വന്നത്. അത്രക്ക് വികാര നിർഭരമായിട്ട് ആ നാടകത്തെ ഉൾക്കൊണ്ട ഒരു പ്രദേശമാണ് ഈ മറവാക്കാട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സഹായം ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലായാലും മറ്റു അനുകൂല സംഘടനകളുള്ള, ഈ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളായാലും അവരൊക്കെ ഈ നാടകത്തിനോട് സ്നേഹത്തോടെ കാണിച്ച് അവർ സഹായങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്കൊന്നും പാരിതോഷികം വേണ്ട. കാരണം ഞങ്ങൾ ഇപ്പോൾ വരെ കളിച്ചിട്ട് പാരിതോഷികം പ്രതീക്ഷിച്ചല്ല കളിക്കുന്നത്. കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം മറ്റുള്ള ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രശസ്തിയും അംഗീകാരവും. അപ്പം അത് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കാരണം ഈ സാമ്പത്തിക സ്റ്റേജ് കയറാനുള്ള ഒരു സ്റ്റേജ് കയറാനുള്ള ഒരു സാമ്പത്തികം നമ്മളിലേക്ക് ഈ നാടക ഗ്രൂപ്പിലേക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും ഇനിയും നാടകങ്ങൾ ഞങ്ങൾ കളിക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. ഈ ചവിട്ടുനാടക കലാരംഗം ലോകമെങ്ങും അറിഞ്ഞ് നമ്മുടെ കേരളത്തിൻ്റെ, കൊച്ചിയുടെ ചെല്ലാനത്തിൻ്റെ പേര് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്തുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോയും ഒരു പിടി നല്ല കലാകാരന്മാരെയുമായി കാണുന്നത് വരെ ബൈ ഫ്രം ചെല്ലാനം മീഡിയ. നല്ല കരിമനുഷ്യനെ കാലാൽ ചൂണ്ടിട, കരിമനുഷ്യനെ കാലാൽ ചൂണ്ടിട, നഗർ തന്നെ വെകുത്തിറമുടൻ വാഴ്ത്തിടും, വെകുത്തിറമുടൻ വാഴ്ത്തിടും, ഓർപ്പണ്ടകത്തിൽ വീരനഗാത്തവൻ പുകഴുടനിത സഭ തന്നെ വാഴ